Good evening. Good evening, miss. Good evening. Good evening, Good miss. evening. Good evening. ബാക്കിയുള്ളവരെ കാണുന്നില്ലല്ലോ. മിസ് ഞാൻ വേറെ വീട്ടിലൊന്നും ബുക്ക് എടുത്തില്ല. അതെയോ? മുഹമ്മദ് ഷാൻ എന്താ ഫസ്റ്റ് ആദ്യത്തെ ക്ലാസ്സിൽ കയറാഞ്ഞേ? ഞാന് വേറെ വീട്ടിലായിരുന്നു. വേറെ വീട്ടിലാണ്. വേറെ വീട്ടിലായാലും ബുക്ക് എടുത്തിട്ട് പോലല്ലേ ക്ലാസ്സിലേക്ക് കയറാൻ? ബുക്ക് എടുത്തിട്ട് പോയിക്കൂടായിരുന്നോ? മിസ്സേ ചേട്ടന്റെ കല്യാണമായിരുന്നു. ചേട്ടന്റെ കല്യാണം ഇന്ന്? ഓ, അതുകൊണ്ടാ ബുക്ക് എടുക്കാനല്ലേ? എവിടെയാ? ഏത് സ്ഥലത്താ ഉള്ളത്? സ്ഥലത്തിന്റെ പേരെന്താ? രേരോ. ഓ, അടിച്ചു പൊളിക്കേണ്ട ഇടക്കുന്നാണ് ഷാൻ വന്നിട്ട് ഹിന്ദിയുടെ ക്ലാസ് കൂടുന്നല്ലേ? ഇല്ലടാ, ഞാൻ വിചാരിച്ച മദ്രസേന്റെ എന്തെങ്കിലും ക്ലാസിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാതെന്ന് വിചാരിച്ചത് നേരത്തെ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? കൊറേ പേര് വേണമല്ലോ. 7 പേര് വന്നിട്ടുള്ളൂ. 7 പേര് ക്ലാസ്സിലുള്ളൂ. 7 പേര് വരും. 7 പേര് ക്ലാസ് വന്നിട്ടുള്ളൂ. അല്ല, ജോയൽ വരുന്നുണ്ട്. എല്ലാവരും കാപ്പി കുടിച്ച് റെഡി ആയിട്ടിരിക്കുകയാണോ? ചായ കുടിച്ചോ എല്ലാവരും? കുടിച്ചില്ല. മുഹമ്മദ് ഷാൻ ഇനി കുടിക്കൊന്നും വേണ്ട. കുറച്ചു നേരം കഴിഞ്ഞിട്ട് വയറ് നിറയെ ഫുഡ് കഴിച്ചാൽ മതി. എല്ലാരും ക്ഷീണത്തിലാണോ? ഉറക്കം വന്നിട്ട് ക്ഷീണത്തിലാണോ ഉള്ളത്? അല്ലല്ലോ? ഓക്കെ. പ്രസന്റ് ടൈപ്പ് ചെയ്തോ. ഗുഡ് ഈവനിങ് മിസ്. ഗുഡ് ഈവനിങ്. Good evening, miss. Good evening. Next lesson എടുക്കാല്ലേ നമുക്ക്? Yes. Yes, okay. Page number 58. हवा दरबार में लाई जाए. हवा दरबार में लाई जाए. Bring air to the court. इस വായിക്കുക, ശ്രദ്ധിക്കണേ. പാടുക പരിചയം. എന്താണ് സിദ്ധാന്തേ? പ്രസന്റ് മാർക്ക് ചെയ്തോ? പ്രസന്റ് മാർക്ക് ചെയ്തോ. ഫസ്റ്റ് ക്ലാസ്സിൽ ഹിന്ദിയുടെ ക്ലാസ്സിൽ ഇല്ലാത്തവർ, നേരത്തെ ക്ലാസ്സിൽ ഇല്ലാത്തവർ യൂട്യൂബ് ക്ലാസ് കാണണേ. വർക്കുകളെല്ലാം കഴിഞ്ഞ ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് എഴുതിയെടുക്കണം. പേജ് നമ്പർ 58, 11ാമത്തെ ലെസൺ, 11th ലെസൺ. हवा दरबार में लाई जाए. मिस वाइकने ശ്രദ്ധിക്കണേ. पाठ का परिचय. इस पाठ में विजयनगर के राजा कृष्णदेव राय के विदूषक तेनालीराम द्वारा अपनी सूझबूझ और होशियारी से बगीचे की हवा को कैद कर दरबार में लाने की घटना का रोचक वर्णन है. ഈ പാഠഭാഗത്തിലൂടെ എന്താ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളതെന്നറിയോ? രാജാവ് കൃഷ്ണദേവിന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് തെന്നാലിരാമൻ. തെന്നാലിരാമനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? തെന്നാലിരാമൻ. ആ തെന്നാലിരാമന്റെ സാമർത്ഥ്യവും അതുപോലെ ബുദ്ധി സാമർത്ഥ്യം. കേൾക്കാൻ പറ്റുന്നില്ല.
മിസ് പറയുന്നത് കേൾക്കത്തില്ല. മിസ് കേൾക്കുന്നില്ല. നോ മിസ് കേൾക്കാൻ പറ്റുന്നില്ല. ഒന്നും കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ല മിസ്. മിസ്സേ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. മിസ് ചുണ്ട് മാത്രമേ വേറെ ഒന്നും വരുന്നില്ല. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ ലിപ്പ് മാത്രമേ അനങ്ങുന്നുള്ളൂ. കേൾക്കുന്നില്ല മിസ്. കേൾക്കുന്നില്ല മിസ്. പറയുന്നൊന്നും കേൾക്കുന്നില്ല. മിസ് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. മിസ്സിന്റെ ലിപ്പ് മാത്രമേ അനങ്ങുന്നുള്ളൂ. സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. മിസ് ഒന്നും കേൾക്കുന്നില്ല. മിസ് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ലിപ്പ് മാത്രമേ അനങ്ങുന്നുള്ളൂ മിസ്സിന്റെ. വേറെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. മിസ് പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. മിസ് കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ല. ഇല്ല. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. മിസ് കേൾക്കുന്നില്ല. മിസ് പറയുന്നത് കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല. മിസ് പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. മിസ് പറയുന്നത് അന്നേരം മനസ്സിലാവും. മിസ് ചാറ്റ് ബോക്സിൽ ഇടാം മിസ് എന്താ പറയുന്നതെന്ന്. എന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഗുഡ് ഈവനിങ് മിസ്. മിസ് പറയുന്നത് കേൾക്കുന്നില്ല. മിസ്സിന്റെ ചുണ്ട് അനങ്ങുന്നുണ്ട്. പക്ഷെ മിസ് പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. മിസ് നോ മിസ് കേൾക്കുന്നില്ല. മിസ്സിന്റെ ഊരി നോക്കി. മിസ് വേറെ ലാപ്ടോപ്പിൽ കയറി നോക്കുന്നു. ഇല്ല മിസ്. മിസ് പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. മിസ് പറയുന്നത് കേൾക്കുന്നില്ല. മിസ് ചോദിക്കുന്നവര് പറഞ്ഞാ മതി. ഷഹ്മാവി ഇപ്പൊ കേൾക്കാമോ? ഏഞ്ചൽ റോസ് കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ട് മിസ്. എല്ലാവർക്കും കേൾക്കാമോ? ഓക്കെ ഓക്കെ ओके डन। नोका इस पाठ में विजयनगर के राजा कृष्णदेव राय के विदूषक तेनालीराम द्वारा अपनी सूझबूझ और होशियारी से बगीचे की हवा को कैद कर दरबार में लाने की घटना का रोचक वर्णन है। ഈ പാഠഭാഗത്തിലൂടെ വിജയനഗറിലെ രാജാവായ കൃഷ്ണദേവ് തന്റെ വിദൂഷകനും തന്റെ ഉറ്റ ചങ്ങാതിയുമായ തെനാലിരാമനെ ഒന്നിച്ചുമുള്ള സൂത്രപരമായ ശൈലികൾ ഒക്കെയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. പാഠക ഉദ്ദേശ് പാഠക ശുദ്ധ പഠൻ കർവാന.
तेनालीराम की बुद्धिमानी का परिचय देना तथा हास्य व्यंग के आनंद का अनुभव करना. ഈ പാഠഭാഗത്തിന്റെ ഉദ്ദേശം എന്താണ്? ലക്ഷ്യം പാഠഭാഗത്തിലെ ഓരോ വാക്കുകളും അക്ഷരസ്ഫുടതയോടെ വായിച്ചു പഠിക്കാനും തെന്നാലിരാമന്റെ ബുദ്ധിമാനായ തെന്നാലിരാമനെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെയാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗം തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒരു കഥയാണ്. ഏക് ബാർ ബഹുത്ത് ഗർമി പട് രഹി തി. ഒരു ദിവസം നല്ല ചൂടായിരുന്നു, നല്ല ചൂട്. മഹാരാജ കൃഷ്ണദേവ് റായ് ദർബാർ മേ പസീനെ സെ ലദ്ബദ് തെ. മഹാരാജാവായ കൃഷ്ണദേവ് രാജസദസ്സില് കൊട്ടാരത്തില് ചൂടായിട്ട് ഇങ്ങനെ വേർത്ത് കുടിച്ചിട്ടുള്ളത്. പേജ് നമ്പർ 58, പുതിയ ലെസൺ. രാജപുരോഹിതക്കോ കുച്ച് സ്യാദാ ഹി ഗർമി സദാ രഹി തി. അവിടുത്തെ രാജസദസ്സിലുള്ള എല്ലാവർക്കും ചൂട് നല്ല പോലെ തോന്നി. വേ ബോലെ, അവർ പറഞ്ഞു, മഹാരാജ് സുബഹ് സവേരെ ബഗീചെ കി ഹവാ കിത്നി ശീതള ഔർ സുഗന്ധിത് ഹോത്തി ഹെ. അപ്പൊ രാജപുരോഹിതന്മാര് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, രാവിലെയൊക്കെ നമ്മുടെ ഗാർഡനിലെ, നമ്മുടെ പൂന്തോട്ടത്തിലെ കാറ്റ് എത്ര കുളിർമയുള്ളതും എത്ര സൗഗന്ധപരമായതുമാണ്. ഐസി ഹവ ദർബാർ മേ നഹീം ലായി ജാ സക്തി. എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാറ്റ് നമ്മുടെ രാജസദസ്സിലേക്ക് കൊണ്ടുവന്നുകൂടാ? ഇവിടെ രാജസദസ്സിലെ അംഗങ്ങൾ ചോദിച്ചതാണ്. നമ്മുടെ പൂന്തോട്ടത്തില് നല്ല കുളിർമയുള്ള കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്, പിന്നെ അതുപോലെ പൂക്കളുടെ നല്ല മണവും ആ കാറ്റ് നല്ല സുഗന്ധവുമാണെന്ന് പറഞ്ഞു. യഹ് ബാത്ത് സുൻതേ ഹി മഹാരാജ് ഖുശ് ഹോ ഗയേ. ഇത് കേട്ടപ്പോഴേ രാജാവിന് സന്തോഷം തോന്നി. അവർ ഘോഷണ കർദി. അദ്ദേഹം ഒരു അനൗൺസ്മെന്റും ചെയ്തു. എന്താ ചെയ്ത്? ജോ കോയി ബി ബഗീചെ കി ശീതള ഔർ സുഗന്ധിത് ഹവാ ദർബാർ മേ ലായേഗാ ഉസേ 1000 രൂപയെ സ്വർണ്ണ മുദ്രായേം ഇനാമേം ദി ജായേങ്കി. അതായത് അദ്ദേഹം അനൗൺസ്മെന്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു: ആരാണ് പൂന്തോട്ടത്തിലുള്ള ആ കാറ്റിനെ, ആ സുഗന്ധപരമായ ആ കാറ്റിനെ ഇവിടെ കൊണ്ടുവരുന്നത്, എന്റെ രാജസദസ്സിലേക്ക് കൊണ്ടുവരുന്നത്, അവർക്ക് ഞാൻ 1000 സ്വർണ്ണ മുദ്രകളെ സമ്മാനമായി നൽകുന്നു പറഞ്ഞു. പേജ് നമ്പർ 59. സബി ദർബാരി സിർ ജുഗാകർ സോച്ചനെ ലഗേ കി യഹ് കാര്യത്തോ അസംഭവ് ഹെ. രാജസദസ്സിലെ എല്ലാ അംഗങ്ങളും ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് ഇത്? സംഭവിക്കുന്ന കാര്യമല്ല, ഇത് അതായത് നടപ്പാക്കുന്ന കാര്യമല്ല എന്ന്. ഈ പൂന്തോട്ടത്തിലെ ഫ്ലവറിന്റെ ഇടയിൽ നിന്ന് ആ പൂക്കളുടെ മണത്തോടുള്ള കാറ്റ് ഈ രാജസദസ്സിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ചിന്തിച്ചു. ഭല ഹവാഹി ബി കോയി വസ്തു ഹെ കി ജിസെ ചഹാൻ ചാഹാ ഉടാക്കർ രഗിലിയാ ജായേ. പിന്നെ കാറ്റ് എന്ന് പറഞ്ഞ ഒരു വസ്തുവാണെങ്കിലേ നമുക്ക് അതിനെ പിടിച്ചു കൊണ്ടുവരാൻ പറ്റൂ. നിങ്ങളോട് ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ മുറ്റുള്ള കാറ്റിനെ എനിക്കിപ്പൊ മിസ്സിന് ട്രൂലൈറ്റ് സ്കൂളിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റുമോ? ഒരു ഷോപ്പറിലാക്കിട്ടോ അല്ലെങ്കിൽ ഒരു ഭരണിയിലൊക്കെ ഒരു പാത്രത്തിലൊക്കെ ടിഫിൻ ബോക്സിലാക്കിയിട്ടുള്ള കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ദൂസരേ ദിൻ ജബ് ദർബാരി സഭാമേ മായ. പിറ്റേ ദിവസം രാജസദസ്സിൽ എല്ലാവരും മീറ്റിംഗ് കൂടി. तो सभी उत्सुकता से एक दूसरे की ओर देखने लगे कि शायद कोई हवा लाया हो. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരാണ് കാറ്റിനെ കൊണ്ടുവരുന്ന ആള്. उनके चेहरे देखकर महाराज कृष्णदेव राय निराश होकर बोले, लगता है आप में से कोई भी हमारी इच्छा पूरी नहीं कर पाया. എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. രാജാവ് കൃഷ്ണദേവ് പറഞ്ഞു, നിങ്ങളുടെ മുഖം കണ്ടാൽ എനിക്കിപ്പോ മനസ്സിലാവാ. എന്ന് ഇപ്പൊ സൈതാ മിസ്സിന് ഇപ്പൊ നിങ്ങളെ മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഒന്നും പഠിക്കുന്നില്ല എന്നുള്ള കാര്യം. സത്യല്ലേ? സജിത മിസ്സിന് ഇപ്പൊ 4th സ്റ്റാൻഡേർഡിലെ മക്കളെ മുഖം നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഹിന്ദി വായിക്കുന്നേ ഇല്ല. നിങ്ങൾ ഇങ്ങനെ കല്യാണവും അല്ലെ കേറി താമസം ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നടക്കേന്നല്ലേ. കൊറോണനെ പേടിയില്ല. അപ്പൊ അതുപോലെ രാജാവ് കൃഷ്ണദേവിന് രാജസദസ്സിലുള്ളവരുടെ മുഖം കാണുമ്പോൾ മനസ്സിലായി എന്ന് ഇവര് കാറ്റിനൊന്നും കൊണ്ടുവരാൻ സാധ്യതയില്ല. തബി തെന്നാലിരാം അപ്പിനെ സാൻസെ ഉടുക്കർ പോലെ. അപ്പൊ തെന്നാലിരാമൻ തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, മഹാരാജ് മേരെ ഹോത്തെ അപ്കോ നിരാശ ഹോനെക്ക് ആവശ്യകത നഹി ഹെ. നിങ്ങള് നിരാശപ്പെടേണ്ട, ഞാനില്ലേ ഇവിടെ.
मैं आपके लिए बगीचे की शीतल और सुगंधित हवा कैद करके ले आया हूँ. പേജ് നമ്പർ പറയാമോ? പേജ് നമ്പർ 59. ഞാൻ നിങ്ങൾ നിരാശപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൂന്തോട്ടത്തിലെ ആ കുളിർമയുള്ളതും സുഗന്ധമേറിയതുമായ ആ കാറ്റിനെ ഞാൻ കൊണ്ടുവരാം. ഉൻകി ബാത്ത് സുൻകർ മഹാരാജ് സബി ദർബാരി ചൗക്ക് പടേ. തെന്നലിരാമൻ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴേ രാജാവും രാജസദസ്സിലെ ബാക്കിയുള്ള അംഗങ്ങളും ആശ്ചര്യപ്പെട്ടു പോയി. ആരാണ്? അതെന്താ ഇപ്പോഴേ കയറിയെന്നൊക്കെ പറയുന്നത്? ഉറക്കത്തിലായിരുന്നോ? പേജ് നമ്പർ 59 ആണ് വായിക്കുന്നെന്ന് പറഞ്ഞു. ക്ലാസിന്റെ ഇടയിൽ കയറി വരും, എന്നിട്ട് പറയും മിസ്സേ ഇത്ര നേരം പറഞ്ഞത് കേട്ടില്ല മിസ്സേ. വന്നല്ലേ കേൾക്കാൻ പറ്റുവാ? കണ്ടുവാ? പേജ് നമ്പർ 59 പുതിയ ലെസൺ ആണ് എടുക്കുന്നത്. അതുവരെ പറഞ്ഞത് ഒന്നുകൂടി യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് മനസ്സിലാക്കി വെക്കണേ. ഓക്കെ. അപ്പൊ രാജാവ് അത്ഭുതപ്പെട്ടു പോയി അല്ലേ? കഹാം ഹേ ഹവ ഉസെ തുരന്ത് ചോടോ തെന്നാലിരാമൻ. നിനക്ക് എവിടുന്നാണ് ആ കാറ്റിനെ കിട്ടുക? എന്നാ പോയിട്ട് കൊണ്ടുവരൂ. തെന്നാലിരാം കോ ആജ്ഞ മിൽനെ കി ദേർ ദി. ഉन्होंने बाहर गड़े 5 സേവകോं के फौरन भीतर बुलाया. രാജാവിന്റെ നിർദ്ദേശം കേട്ട ഉടനെ തന്നെ ഈ തെനാലിരാമൻ പുറത്തു നിൽക്കുന്ന 5 സേവകന്മാരെ ഉള്ളിലേക്ക് വിളിപ്പിച്ചു. और महाराज के चारों ओर खड़ा कर दिया. രാജാവിന്റെ 4 ഭാഗത്തും അവർ നിന്നു. उनके हाथों में इत्र जल आदि में भीगे हुए चमेली और गुलाब के फूलों से बने बड़े बड़े पंखे थे. അവരുടെ കയ്യില് വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ സ്പ്രേ ഇല്ലേ, അത്തർ, നല്ല സ്മെല്ലുള്ള സ്പ്രേ, അതാണ് ഇത്ര. ഇത്ര മീൻസ് അത്തർ, സ്പ്രേ. പിന്നെ അതുപോലെ വലിയ വലിയ ഫാനുകൾ, ഇതൊക്കെയാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. വെള്ളം, അത്തർ, ഫാൻ. തെനാലിരാം കാ ഇഷാര പാത്തെ ഹി. പേജ് നമ്പർ 60. തെനാലിരാം കാ ഇഷാര പാത്തെ ഹി വേ മഹാരാജ് കോ പങ്കെ ജൽനെ ലഗെ. എങ്ങനെയാണ് ആ ഫാൻ ഉദ്ദേശിക്കുന്നത്? പങ്ക മീൻസ് വിശറി ഇല്ലേ, വിശറി. നമ്മളെ ഇപ്പോഴത്തെ ടേബിൾ ഫാനോ അല്ലെങ്കിൽ നമ്മുടെ സീലിംഗ് ഫാൻ അല്ല, വിശറി ഇല്ലേ, വിശറി കണ്ടിട്ടുണ്ടോ? കാറ്റ് ഇങ്ങനെ വീശുന്നേ. യെസ്. അപ്പൊ തെനാലിരാം കാ ഇഷാര പാത്തെ ഹി വേ മഹാരാജ് കോ പങ്കെ ജൽനെ ലഗെ. തെനാലിരാമൻ പറഞ്ഞ ഉടനെ സേവകന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ വിശറി കൊണ്ട് രാജാവിന് നേരെ വീശാൻ തുടങ്ങി. ദോടി ഹി ദേർ മേ പൂരാ ദർബാർ മഹഗ്നെ ലഗെ. അപ്പൊ ഇവരുടെ കയ്യിൽ എന്തുണ്ട്? അത്രയൊക്കെ ഇല്ലേ? അപ്പൊ ആ സ്മെല്ല് എല്ലായിടത്തും പരന്നു. ബഡേ ബഡേ പങ്കോं की हवा होते ही महाराज को गर्मी से राहत मिली और उन्हें आनंद आने लगा. അപ്പൊ വലിയ വലിയ വിശറി കൊണ്ട് നല്ല കാറ്റായി തോന്നി. നമുക്ക് ഇടക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇടക്ക് എന്ത് ചെയ്യും? നമ്മുടെ പേപ്പർ അല്ലെങ്കിൽ നമ്മൾ എന്താ നമ്മുടെ കയ്യിലുള്ള ബുക്ക് എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വീശും അല്ലേ? വീശാറില്ലേ? ആ, നമ്മുടെ കയ്യിൽ എന്താണ് അതാ ടോഷൻ ടിറ്റൂസ് ചെയ്യുന്നത് അതുപോലെ. അപ്പൊ ഇവിടെ വിശറി കൊണ്ട് വീശുമ്പോൾ അത് കുറച്ച് വലുതായത് കൊണ്ട് വിശറി കൊണ്ട് വീശുമ്പോ എന്തുണ്ട്? നല്ല കാറ്റ് തോന്നി അല്ല? യെസ്, അലൻ മാത്തിന്റെ കയ്യിലല്ല ഒരു വിശറി. ഒന്ന് എല്ലാരും ഒന്ന് കാണിച്ചെടുത്ത മനെ ഒന്ന് കുറച്ചുകൂടെ ഉയർത്തി പിടിച്ചേ. കണ്ടോ? നിങ്ങൾ ചിലരുടെ വീട്ടിൽ ഇങ്ങനെയുള്ള വിശറികൾ കാണാം. അപ്പൊ ആ വിശറി കൊണ്ട് വീശുമ്പോഴെന്തായി? നല്ല കാറ്റ് ലഭിച്ചു രാജാവിന്. രാജാവിന് സന്തോഷം തോന്നി. തെനാലിരാം की बुद्धि की प्रशंसा करते हुए महाराज बोले. തെനാലിരാമന്റെ ബുദ്ധിയെ പ്രശംസിച്ചുകൊണ്ട് ഓ ജൂലിയറ്റിനും കിട്ടിയാ? യെസ്. രാജാവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? തെനാലിരാം തും ഹമാരി ഇച്ഛ പൂരി കർനെ മേ ദേർ നഹീ കർത്തെ. എന്റെ ആഗ്രഹത്തെ നിങ്ങളെ അധികം വൈകിക്കാതെ തന്നെ സാധീകരിച്ചു തന്നു. എന്തെന്ന്? രാജാവിന് എന്തായിരുന്നു താല്പര്യം? ആ പൂന്തോട്ടത്തിലുള്ള കാറ്റന്നെ വേണം അല്ലെ? സ്മെൽ, നല്ല സുഗന്ധം വരുന്ന കാറ്റന്നെ വേണമായിരുന്നു എന്നാണ് ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയാണ് ഇദ്ദേഹം അത്തറും
വെള്ളമൊക്കെ ഉപയോഗിച്ച് വിശറി കൊണ്ട് കാറ്റ് വീശിയത്. आज हम तुम्हें 1000 नहीं 5000 സ്വർണ്ണ മുദ്രയും ഇനാം में देने की घोषणा करते हैं. ഇന്ന് ഞാൻ നിനക്ക് എന്താണ് 5000 സ്വർണ്ണ മുദ്രകളല്ല, അല്ല സോറി, 1000 സ്വർണ്ണ നാണയമല്ല 5000 സ്വർണ്ണ നാണയം തന്നെ ഞാൻ തരാൻ വേണ്ടി റെഡിയാണെന്ന് പറഞ്ഞു. പ്രതിദിൻ ദർബാർ മേം ഐസി ഹി ഹവാ കി വ്യവസ്ഥ കി ജായേ. എല്ലാ ദിവസവും ഇനി ഇങ്ങനെയുള്ള ഒരു കാറ്റ്, ഒരു ഹവ, ഒരു എയർ ഇങ്ങനെയെങ്കിലും കൊട്ടാരത്തിൽ ഉണ്ടാവട്ടെ എല്ലാ ദിവസവും എന്നും പറയുകയും ചെയ്തു. സബി ദർബാരിയോനെ തെന്നാലിരാം കെ സമ്മാൻ മേ ഗൂബ് താലിയാം ബജായി. എല്ലാവരും തെന്നാലിരാമനെ നോക്കി താലിയാം ബജായി. താലിയാ ബജായി മീൻസ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളോട് ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറഞ്ഞ നിങ്ങൾ നല്ലൊരു പാട്ട് പാടി എല്ലാരും എന്ത് ചെയ്യും? നമ്മള് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും അല്ലേ? ഇല്ലേ? കൈയടിക്കുന്നത് എന്തിനാണ്? പ്രോത്സാഹനം നൽകുന്നതാണല്ലേ. അപ്പൊ അങ്ങനെ തെനാലി രാമനും എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹനം നൽകി. കഥ മനസ്സിലായോ? യെസ് മിസ്. തെനാലി രാമന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? സൂപ്പർ. മനസ്സിലായില്ലേ? ഒന്നും വേണ്ട നിങ്ങളുടെ കാറ്റ് കൊണ്ടുവരണമെങ്കിൽ അല്ലേ? ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റും അല്ലേ? രക്ഷപ്പെടാൻ പറ്റൂലേ? ഓക്കെ, ആ പാഠഭാഗം ഒന്ന് വായിച്ചേ ഉറക്കെ. സെൽന ഫസ്റ്റ് വായിച്ചു. സെൽന, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്ക്. हवा दरबार में लाए जाए. एक बार बहुत गर्मी पड़ रही थी. महाराज कृष्णदेव राय दरबार में पसीने से लथपथ थे. राजपुरोहित को कोई ज्यादा ही गर्मी सता रही थी. वे बोले, महाराज सुबह सवेरे बगीचे की हवा कितनी शीतल और सुगंधित होती है. क्या ऐसी हवा दरबार में नहीं लाई जा सकती? यह बात सुनते ही महाराज गुस्सा हो गए और घोषणा कर दी, जो कोई भी बगीचे की शीतल और सुगंधित हवा दरबार में लाएगा, उसे 1000 स्वर्ण मुद्राएं इनाम में दी जाएंगी. ओके, नेक्स्ट पेज शहमा वी वाइचे. ഷഹ്മ സ്റ്റക്കായി അല്ലേ? അലൻ മാത്യു ദിലീപ് വായിച്ചോ. सभी दरबारी सिर झुकाकर सोचने लगे कि यह कार्य तो असंभव है. इसे कोई नहीं कर सकता. भला हवा भी कोई वस्तु है कि जिसे जहां उड़ाकर रख लिए जाए. दूसरे दिन जब दरबारी सभा में
आए तो सभी उत्सुकता से एक दूसरे की और देखने लगे कि शायद ये कोई हवा लाया हो। उनके चेहरे देखकर महाराज कृष्णदेव राय निराश होकर बोले, लगता है अब में से कोई भी हमारी इच्छा पूरी नहीं कर पाया. ओके नेक्स्ट ജോയൽ ജോസഫ് വായിച്ചോ कभी तेनालीराम कभी तेनालीराम अपने स्थान से उड़कर बोले महाराज ജോയിലെ ആദ്യം മിസ്സിനെ ശ്രദ്ധിക്ക് ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ അറിയുന്നവരെ കൊണ്ട് വായിപ്പിക്കുന്ന എന്തിനാണ് വായിക്കാൻ അറിയാത്തവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മിസ് വായിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവർ വായിക്കുമ്പോൾ നിങ്ങൾ ഈ വായിക്കാൻ അറിയാത്തവര് ശ്രദ്ധിക്കുന്നേ ഇല്ല ഇതെനക്ക് ബാധകല്ല എനിക്കിത് വേണ്ട എന്നുള്ള തോന്നലിലാണ് ക്ലാസ്സിൽ ഇരിക്കുന്നതാണെന്ന് അങ്ങനെയായി ശരിയാവുക പഠിക്കണ്ടേ നമുക്ക് ഹിന്ദിയിലെ വാക്കുകൾ എങ്ങനെ ഇപ്പൊ മറ്റുള്ളവർ ഇപ്പൊ വായിച്ചു അതേപോലെ ആവുന്നില്ല ജോയലിനെ സമ്മതിക്കാൻ പറ്റും അല്ലെ അവരെ പോലെ എനിക്ക് ഹിന്ദി വായിക്കാനാവില്ല എന്തുകൊണ്ടാ അത് ശ്രമിക്കാഞ്ഞിട്ടാണ് അവരും പഠിച്ചത് അങ്ങനെയല്ലേ മറ്റുള്ളവർ വായിക്കുന്നത് എങ്ങനെയാണ് ഓരോ അക്ഷരങ്ങളും കൂട്ടി വായിക്കാൻ അതായത് പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ വായിച്ച് പരിശ്രമിക്കുന്നുണ്ട് ജോയൽ അതൊന്നും ചെയ്യുന്നില്ല മെനക്കെടുന്നില്ല കൂട്ടി വായിക്കാൻ മെനക്കെടുന്നില്ലല്ലോ എനിക്കിതൊന്നും ബാധകല്ല എന്നെ ഇതൊന്നും പ്രശ്നമല്ല എനക്കെന്നുള്ളൊരു ധാരണയിൽ ഇരിക്കുന്നു അത് ശരിയാവൂല ഞാനിപ്പോ ബാക്കിയുള്ളവരെ കൊണ്ട് വായിപ്പിക്കുന്നുണ്ട് വായിക്കാൻ അറിയാത്തവരെ അടുത്ത ക്ലാസ്സിലേക്ക് വായിച്ച് റെഡി ആയിട്ട് തന്നെ വരണം അതിന് ഏത് സമയത്തും മിസ്സിനെ വേണമെങ്കിൽ വിളിച്ചോ രാത്രിക്ക് വിളിച്ചാലും മിസ് ഉറക്കത്തിലായാലും എഴുന്നേരെന്ന് പറഞ്ഞുതരും കേട്ടാ നിങ്ങൾക്ക് വായിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് മിസ് എന്ത് ഹെൽപ്പും മിസ് ചെയ്തു തരും പക്ഷെ നിങ്ങൾ അതുപോലെ ശ്രമിക്കണം ഓക്കെ നെക്സ്റ്റ് നിഹാര വായിച്ചു കൊടുത്ത നിഹാര ആദ്യം വന്നിട്ട് തന്നെ കൊറേ പരാതി പറയുന്ന കേട്ടോ കേക്കുന്നില്ല आवश्यकता नहीं है
മിസ്സേ അവള് വായിക്കുന്ന കേൾക്കുന്നില്ല. എനക്കും കേൾക്കുന്നില്ല, കുറച്ചേ കേൾക്കുന്നുള്ളൂ. ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നു. മഹാരാജ് മൈക്കിന്റെ സൗണ്ടിന്റെ അടുത്ത് വായി വെച്ചിട്ട് അങ്ങനെ വായിച്ച നമ്മളെ തല കുത്തപ്പിടിച്ച് വായിക്കല്ലേ. മഹാരാജ് സാഹിത്യ സഭി ദർബാരി ചൗങ്ക് പടേ. ഓക്കെ, നെക്സ്റ്റ് നവമി രാജേഷ് വായിച്ചേ. महाराज ने पूछा कहा है हवा उसे തുരന്ത് छोड़ो। तेनालीराम को आजा मिलने की देर थी। उन्होंने बाहर खड़े 5 सेवकों को फौरन भीतर बुलाया और महाराज के चारों ओर खड़ा कर उन्हें का। ओके, नेक्स्ट सिद्धांत वाइचे। सिद्धांत हाथों में इत्र तेल आदि में भीगे हुए चमेली और गुलाब के फल से बना बड़े बड़े पंगे थे। तेनालीराम का इशारा പോയാ. എഡ്വിൻ വായിച്ചു കൊടുത്ത മോനെ, വേഗം ക്ലാസ് കട്ടാവാറായി, ഒന്ന് വായിച്ചു കൊടുത്തേ. तेनालीराम का इशारा बातें की वे महाराज को पंखे जलने लगे। थोड़ी ही देर में पूरा दरबार महकने लगा। बड़े बड़े पंखों
की हवा होती है। महाराज को गर्मी से राहत मिली मिली और उन्हें आनंद आने लगा लगा। ആനേ ലഗ. ഓക്കെ, ബാക്കി പാരഗ്രാഫ് വായിക്കാൻ സമയം ഉണ്ടാവില്ല. ക്ലാസ് കട്ടാവാറായി മക്കളെ. നമുക്ക് നെക്സ്റ്റ് സ്കൂളിൽ നിന്ന് നേരിട്ട് കാണാം അല്ലേ? 11ാമത്തെ ലെസൺ നമ്മൾ ഇപ്പൊ ഇന്ന് എടുത്തു. അപ്പൊ സ്കൂൾ തുറക്കാനാകുമ്പോഴേക്കും മക്കളെല്ലാവരും 11ാമത്തെ ലെസൺ ഒരു 3-4 പ്രാവശ്യം വായിച്ച് കഥ ഓർമ്മിച്ച് വെക്കണം. ഇന്ന് തന്നെ ഒരു പ്രാവശ്യം വായിക്കണം എല്ലാവരും. ഇന്ന് തന്നെ ഒരു പ്രാവശ്യം വായിക്കേ. ബാക്കിയുള്ള ദിവസം ഓരോ ദിവസം ഓരോ പ്രാവശ്യമായിട്ട് വായിച്ചാൽ മതി. അപ്പൊ എല്ലാവർക്കും നമുക്ക് നേരിൽ കാണാം. എല്ലാവരും ഉഷാറോടെ സ്കൂളിലേക്ക് വാട്ടോ. എല്ലാം റെഡിയല്ലേ സ്കൂളിലേക്ക് വരാൻ വേണ്ടിട്ട്? എല്ലാം റെഡിയാക്കി വെച്ചോ? ബാഗെല്ലാം റെഡിയാക്കി വെച്ചോ?